ഹലോ, വെൽക്കം ബാക്ക് ടു കിച്ചൺ ആൻഡ് ഡ്രൈവ്. ക്രിസ്മസ് ഒക്കെ അല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ ഒരു സ്വീറ്റ് ഡിഷ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഫാലുഡ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫാലുഡ ഉണ്ടാക്കേണ്ട റെസിപ്പി ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. ഞാനിതിൻ്റെ മുമ്പ് ഫാലുഡ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അസംബ്ലി ചെയ്യില്ലേ നമ്മൾ ഫാലുഡ, അത് 2 ഇൻഗ്രീഡിയൻസ് എങ്ങാനും ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. ഇതിൽ മുഴുവനും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് അഭിപ്രായം പറയാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന് അടുത്തുള്ളൊരു ഓൾ ബട്ടൺ ഉണ്ട്, അത് പുഷ് ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ ഫാലുഡയിലേക്ക് നമുക്ക് സബ്ജ സീഡ്സ്, ഫാലുഡയുടെ റെസിപ്പി ഞാൻ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ആദ്യം നമ്മൾ ബേസിൽ സീഡ്സ്, ഫാലുഡ കസ്കസ് എന്നൊക്കെ പറയും. അങ്ങനെ അത് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളത്തിലിട്ട് വയ്ക്കുക. പച്ചവെള്ളത്തിൽ, തണുത്ത വെള്ളമോ പച്ചവെള്ളമോ എടുക്കുക. വെള്ളം ഒഴിക്കട്ടെ. അതിലേക്ക് കുറച്ച് വെള്ളം, ഒരു വലിയൊരു കപ്പ് വെള്ളം ഒഴിക്കുക. അത് മിക്സ് ചെയ്ത് വയ്ക്കുക കേട്ടോ. ഇപ്പോൾ തന്നെ വേണ്ടത് ഇങ്ങനെയായിട്ടുണ്ട്. ഇതൊന്ന് അരിച്ച് ഒഴിക്കണം കേട്ടോ. വേണമെങ്കിൽ വെള്ളം കുറച്ചും കൂടി ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ വയ്ക്കുക. ഇനി നമ്മൾ റോസ് മിൽക്കാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഇങ്ങനത്തെ ഒരു വലിയൊരു കപ്പ് തണുത്ത പാൽ കേട്ടോ. തണുത്ത പാലിൽ തന്നെയാണ് ചെയ്യുന്നത് നല്ലത്. റോസ് പൗഡർ ഉണ്ട്. ഞാനിപ്പോൾ റോസ് എസൻസ് ആണ് യൂസ് ചെയ്യണത്. ഇതേ മറ്റൊരു റോസ് എസൻസ് ആണ് യൂസ് ചെയ്യണത്. അതിലേക്ക് ഇത്രയും ഡ്രോപ്സ് എസൻസ് ഒഴിക്കുക. എന്നിട്ട് അതിൽ മിക്സ് ചെയ്യുക. കണ്ടോ? അപ്പോൾ അത് ഇങ്ങനത്തെ റോസ് മിൽക്ക് കിട്ടും. ഇതിൽ നമ്മൾ ആവശ്യത്തിന് ഷുഗർ ആഡ് ചെയ്യണം കേട്ടോ. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഷുഗർ ചേർക്കാം കേട്ടോ. മധുരത്തിനനുസരിച്ചിട്ട് ഷുഗർ, നല്ല മധുരം ഉണ്ടാവണം ഫാലുഡ. അപ്പോൾ 4 ടേബിൾ സ്പൂൺ ഷുഗർ, പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതും നമ്മൾ ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ തണുപ്പിക്കാൻ വെക്കണം കേട്ടോ. ഇനി നമുക്ക് വെർമിസലി ഉണ്ടാക്കണം. ഫാലുഡ സേവ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതേമാതിരി റോസ്റ്റഡ് വെർമിസലി ഉണ്ടാവും. ഡബിൾ റോസ്റ്റിൻ്റെ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ വേവിച്ചിട്ട് പഞ്ചസാര പാവില്ല, പഞ്ചസാരയും വെള്ളം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് അതിലേക്ക് ഇട്ടിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കുക. ഇത് വേവിച്ചെടുക്കുക. സേമിയ ഇതിലേക്ക് വെള്ളം ചേർക്കുക, വെള്ളം ഒഴിക്കുക. ഇത് വലിയൊരു കപ്പ്, വലിയൊരു ബൗള് വെള്ളം ഒഴിക്കുക. അതിലേക്ക് ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് ഷുഗർ ആഡ് ചെയ്യുക. 1, 2, 3, 4, 5 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യുക. അത് വെള്ളം ബോയിലായിട്ടുണ്ട്. നമുക്കതിലേക്ക് സേമിയ ഇടാം കേട്ടോ. നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അതിലേക്ക് ഒരു ചെറിയ ഒരു വലിയൊരു സ്പൂണ് നെയ്യ് ചേർക്കുന്നുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് കേട്ടോ സേമിയത്തിൻ്റെ. നമുക്ക് പാല് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ഇതിൻ്റെ മുമ്പ് ആദ്യം കാണിച്ച ഫാലുഡയിൽ ഞാൻ പാലിലാണ് സേമിയ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ പാൽ ആഡ് ചെയ്യണില്ല. ഇതിപ്പോൾ വെറുതെ വേവിച്ച് പഞ്ചസാര വെള്ളത്തിൽ സേമിയ വെറുതെ വേവിച്ചെടുക്കുക കേട്ടോ. ഇത് ഞാൻ ചൂടാറാൻ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. താഴത്തെ തട്ടിലാണ്, വേറെ ഫ്രീസറിലല്ല കേട്ടോ. തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൻ്റെ താഴെത്തട്ടിൽ വയ്ക്കും. ഇനി നമുക്ക് ജെല്ലി ഉണ്ടാക്കണം. ആദ്യം ജലറ്റിൻ തണുത്ത വെള്ളത്തിൽ മിക്സ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട്
നല്ല ഹോട്ട് വാട്ടറിൽ മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മളത് സെറ്റ് ചെയ്യാൻ വെക്കുക. ഫ്ലേവർ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഞാനിപ്പോൾ പൈനാപ്പിൾ ഫ്ലേവറാണ് കൊടുക്കുന്നത്. ഏത് ഫ്ലേവർ വേണമെങ്കിൽ കൊടുക്കാം. ഇതിലേക്ക് തണുത്ത വെള്ളം വയ്ക്കുക കേട്ടോ. എന്നിട്ടത് മിക്സ് ചെയ്യുക കേട്ടോ. ഇതൊന്ന് ഡിസോൾവ് ആവണം, ഒന്ന് അലിയണം. ഇതിലേക്ക് ആവശ്യത്തിന് ഷുഗർ ആഡ് ചെയ്യുക കേട്ടോ. ഒരു 5 സ്പൂൺ വരെ ഷുഗർ ആഡ് ചെയ്യും. നമ്മളിതിലേക്ക് പൈനാപ്പിളിൻ്റെ ഫ്ലേവറാണ് കൊടുക്കുന്നത്. അതൊരു തുള്ളി പൈനാപ്പിൾ ഫ്ലേവർ എസൻസ് ഒഴിക്കുക കേട്ടോ. പൈനാപ്പിൾ എസൻസ് പിന്നെ കളറിന് വേണ്ടിയിട്ട് പെർമിറ്റഡ് ഫുഡ് കളർ ചേർക്കാം കേട്ടോ. അപ്പോൾ ഒരു ഗ്രീനാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. കുറച്ചും കൂടി കളർ വേണമെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം. ഇനി നമ്മൾ തണുത്ത വെള്ളത്തിൽ ചെയ്തില്ലേ, ആ മിക്സ് ചെയ്ത് വെച്ച വെള്ളി ക്രിസ്റ്റൽസ് ഇതിലേക്ക് ഹോട്ടാക്കി ചൂടാക്കി ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ. ഒക്കെ അലിഞ്ഞിട്ടുണ്ട്. എടുക്കും. ഒരു തിക്കായി കഴിഞ്ഞാൽ നമുക്കിത് ചൂടാറിയതിന് ശേഷം ബൗളിലേക്ക് മാറ്റിയിട്ട് ഇത് നമ്മൾ ഫ്രീസറിൽ വെക്കണം കേട്ടോ. എന്നാലേ അത് സെറ്റായിട്ട് കിട്ടുള്ളൂ ജെല്ലി. സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ചൂടാറിയിട്ട് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ബൗളിലേക്ക് ഒഴിച്ചിട്ട് ഫ്രീസറിൽ വെക്കാം. ഒരു 1 മണിക്കൂർ വെച്ചാൽ മതി, സെറ്റായി കിട്ടും കേട്ടോ. ഇത് ഞാൻ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിന് നമ്മൾ ഒന്ന് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രീസറിൽ ഒരു 1 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. നമുക്ക് കാഷ്യൂസ് നെയ്യിൽ വറുത്തെടുക്കാം കേട്ടോ. ഇങ്ങനെ ബ്രൗൺ കളറായിട്ട് ആകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നെയ്യിൽ റോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും എടുക്കാം. ബദാം എടുക്കാം, പിസ്താച്ചി എടുക്കാം, എല്ലാ നട്ട്സും എടുക്കാം കേട്ടോ. നട്ട്സ് കുറേ വേണം അതിലേക്ക്. ഇനി നമ്മൾ ആപ്പിൾ എടുക്കാം. ആപ്പിൾ കട്ട് ചെയ്യാം കേട്ടോ. ആപ്പിൾ തൊലി കളഞ്ഞിട്ട് ഇതേമാതിരി തൊലി കളയണം കേട്ടോ. എന്നിട്ട് ഇതേമാതിരി ചെറുതാക്കി
പഴം ചെറുതാക്കി അരിയണം കേട്ടോ. ഇത് പഞ്ചസാരയിലിട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിൽ എല്ലാ ഫ്രൂട്ട്സും വേണമെങ്കിൽ ഇടാം. ഇപ്പോൾ ഞാൻ 2-3-4 ഫ്രൂട്ട്സാണ് ഇവിടെ. ആപ്പിളും പഴം, റോബസ്റ്റ്, പൈനാപ്പിൾ, ഇതൊക്കെയാണ് ഞാൻ എടുക്കുന്നത്. ഇതിൽ 2, 3, 4 ഫ്രൂട്ട്സിന് നല്ല അത്യാവശ്യം മധുരമുണ്ട്. അത് കാരണം നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ഇടാം. നമുക്ക് എല്ലാ ഫ്രൂട്ട്സും വേണമെങ്കിൽ ഇടാം. അപ്പം ഞാനിത് പഴവും ആപ്പിളാണ് മിക്സ് ചെയ്തിട്ട് പഞ്ചസാരയിൽ മിക്സ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. പൈനാപ്പിൾ ഇടാം, പിന്നെ മാംഗോ ഇടാം, പപ്പായ ഇടാം, എല്ലാ ഫ്രൂട്ട്സും ഇടാം. നമ്മൾ ഫ്രീസറിൽ താഴത്തെ തട്ടിൽ, ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ വെക്കാം. പൈനാപ്പിൾ നല്ല പഴുത്ത പൈനാപ്പിൾ നമുക്ക് ഫ്രൂട്ട്സിലിടാം കേട്ടോ. അത് പഞ്ചസാരയിൽ നന്നായിട്ട് ഇതാവണം. അല്ലെങ്കിൽ പൈനാപ്പിൾ തന്നെ വെറുതെ അരിഞ്ഞ് ഫ്രൂട്ട്സിലിട്ട് കഴിഞ്ഞാൽ പൈനാപ്പിൾ കഴിക്കും. ആ ഫ്രൂട്ട്സിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കഴിക്കും. അത് കാരണം നമ്മൾ ആവശ്യത്തിന് ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് പൈനാപ്പിൾ ഒന്ന് വിളയിച്ചെടുക്കണം. എന്നിട്ട് അത് ഒന്ന് തണുപ്പിക്കുക. എന്നിട്ട് ആ ഫ്രൂട്ട്സിൻ്റെ കൂടെ മിക്സ് ചെയ്യുക. ചെറുതാക്കി അരിയാം കേട്ടോ. പൈനാപ്പിൾ ചെറുതാക്കി അരിഞ്ഞെടുക്കണം. ഇത്രയ്ക്ക് ചെറുതായാൽ മതി, അല്ലാണ്ട് ചെറുതാക്കണ്ട. അങ്ങനെ അരിഞ്ഞിട്ട് നന്നായിട്ട് വിളയിച്ചെടുക്കുക. ഈ പൈനാപ്പിളിൽ ഇറങ്ങിയ വെള്ളമൊക്കെ ഒന്ന് എസൻസൊക്കെ ഒന്ന് വറ്റിയാൽ മതി. അതാണ് ഇതിൻ്റെ പാകട്ടോ. പപ്പായയും ചെറുതാക്കി അരിയട്ടോ. പൈനാപ്പിൾ ഞാൻ അരിയണത് കാണിച്ചിട്ടില്ല, അത് വീഡിയോ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ പൈനാപ്പിൾ ഇതേമാതിരി ചെറുതാക്കിയിട്ട് സ്ലൈസ് ചെയ്തിട്ട് ചെറുതാക്കി അരിയട്ടോ. ഇത് മധുരമില്ലെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ആ ഫ്രൂട്ട് മിക്സിൽ എന്തായാലും നമ്മൾ മിക്സ് ചെയ്യും. അപ്പോൾ പഞ്ചസാര ആഡ് ചെയ്യാം കേട്ടോ. കൂടിയിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. കുറച്ചുകൂടി ഷുഗർ വേണമെങ്കിൽ ആഡ് ചെയ്യണം. ഇതിൽ പപ്പായ, പൈനാപ്പിൾ ഞാൻ കാണിച്ചു തന്നില്ല, അതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ പൈനാപ്പിൾ ഇതിലിട്ട് കഴിഞ്ഞാൽ പപ്പായ കഴിക്കും. മാംഗോ, എല്ലാ ഫ്രൂട്ട്സും ഇതേമാതിരി നമ്മൾ ഇത് നന്നായിട്ട് തണുപ്പിച്ചെടുത്തു കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. മുന്തിരിങ്ങ ഇടാം, ഗ്രേപ്സ് ഇടാം, കേട്ടോ. നമ്മുടെ ജെല്ലൊക്കെ നമ്മൾ മുറിച്ചിട്ട് ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് അസംബിൾ ചെയ്യാൻ മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ. നമുക്കിത് ഫാലൂഡ അസംബിൾ ചെയ്യാം കേട്ടോ. ആദ്യം 2 സ്പൂൺ സേമിയ, ഒരു വലിയ സ്പൂൺ കസ്കസ്, കുറച്ചും കൂടി ഇടാം. ഇനി അടുത്തത് റോസ് മിൽക്ക്, ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിക്കുക. ഒരു ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ചോ, 3 ടേബിൾ സ്പൂൺ. ഇനി നമ്മൾ ഫ്രൂട്ട്സ് ഇടാം. ജെല്ലി ഒരു ടേബിൾ സ്പൂൺ ഇടാം. എത്ര വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഫ്രൂട്ട് ഇടാം, ടൂട്ടി ഫ്രൂട്ട് ഇടാം. അത് കഴിഞ്ഞിട്ട് റൈസിൻസ് ഇടാം.
കുറച്ചും കൂടി ഫ്രൂട്ട്സ് ഇടാം. ഇനി അതിൽ മേലെ നട്ട്സ് ഇടാൻ മതി. നട്ട്സ് ഇനി നമ്മൾ വാനില ഫ്ലേവർ ഐസ്ക്രീം അതിൻ്റെ ഏറ്റവും ടോപ്പിലിടാം. എത്ര സ്കൂപ്പ് വേണമെങ്കിലും ഇടാം കേട്ടോ. റോസ് മിൽക്ക് കുറച്ച് ചെയ്യാം, ടോപ്പിൽ ചേർക്കാം. ചെറി വയ്ക്കുക, കുറച്ച് ചോപ്പ് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കേട്ടോ. ഇനി ഒരു മിഡിലായിട്ട് ഒരു ചെറി വയ്ക്കുക. നമ്മുടെ ഫാലുഡ റെഡി ആയിട്ടുണ്ട് കേട്ടോ.